പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ആ ശബ്ദം അവളെ ഞെട്ടിയുണർത്തി. അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് സൈലന്റ് ആക്കി. എന്നിട്ട് അവളുടെ ഇടുപ്പിലൂടെ അവനെ ചേർത്ത് പിടിച്ച് എല്ലാം മറന്നുറങ്ങുന്ന അവനെ നോക്കി. ഭാഗ്യം, എഴുന്നേറ്റില്ല, ഉറങ്ങിക്കോട്ടെ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. അവളുടെ അമ്മയായിരുന്നു. അമ്മയോട് സംസാരിക്കുമ്പോഴെല്ലാം സന പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിച്ചത്. തൻ്റെ ശബ്ദം കേട്ട് അവൻ എഴുന്നേൽക്കുമോ എന്ന ഭയത്താൽ. അത്രമേൽ അവൻ അവളെ സ്നേഹിച്ചിരുന്നു. തൻ്റെ ഓരോ നീക്കവും അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കോൾ കട്ട് ചെയ്ത് അവൻ ഉണർന്നോ എന്ന് നോക്കിയ സന കണ്ടത് അവളെ തന്നെ നോക്കിക്കിടക്കുന്ന അവനെയാണ്. അയ്യോ സോറി, ഞാൻ കാരണം എഴുന്നേറ്റല്ലേ? ഇപ്പം തലവേദനിക്കുന്നുണ്ടോ? ഏയ് ഇല്ല സനക്കുട്ടി, ഈടായിട്ട് ഇപ്പൊ നല്ല വേദനയാണ്. എന്തായാലും ഇനി പെയിൻ കില്ലർ കഴിക്കണ്ട, നാളെ തന്നെ ഡോക്ടറെ കാണിക്കണം. ഞാൻ വരുന്നുണ്ട് കൂടെ. ഏയ് അതൊന്നും വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എന്തായാലും നാളെ തന്നെ പോണട്ടോ. പോയിക്കോളാം എൻ്റെ സനക്കുട്ടി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ വഴക്ക് പറയരുത്. മടിച്ച് സന പറഞ്ഞു. ഹാ നീ പറ, എന്തിനാ ഇത്രയൊക്കെ മുഖവുര? എനിക്കൊരു താലി വേണം. നിന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ല, എൻ്റെ ഒരു സമാധാനത്തിന്. ഒരു കാര്യം നീ ഓർത്തോ, നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. എന്തു വന്നാലും ഇപ്പൊ എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ പാതിയാണ്. അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കണ്ണുകളെ അവനവൻ്റെ ചുണ്ടുകൾ കൊണ്ട് മായ്ച്ചു. അങ്ങനെ അവരുടെ പ്രണയം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. ദിവസം കഴിയുന്തോറും തന്നെ മത്സരിച്ച് സ്നേഹിച്ച നീരവിൽ നിന്ന് അവൻ ഒരുപാട് മാറിയിരുന്നു. അവൻ്റെ മാറ്റത്തിന് കാരണം അവൾക്കും അറിയില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, മെസ്സേജ് സീൻ ചെയ്താലും റിപ്ലൈ തരില്ല. അവളെ നോക്കി ചിരിക്കാൻ പോലും അവൻ മറന്നിരുന്നു. എന്തിന് അവൻ്റെ വീട്ടിൽ പോയാലും അവൾക്ക് അവഗണന മാത്രം. എന്നാൽ അത് അവനിൽ നിന്ന് തന്നെയുള്ള അവൻ്റെ ഒളിച്ചോട്ടമായിരുന്നു. ജീവൻ പോകുന്ന വേദനയാണ് ആ നിമിഷങ്ങളെല്ലാം അവൾക്ക് നൽകിയത്. ചതിയിൽപ്പെട്ടു പോയില്ല എന്നൊരു കുറ്റബോധം അവളിലുണ്ടായിരുന്നു. ഒപ്പം ഹൃദയവും ശരീരവും കൊടുത്ത് സ്നേഹിച്ച തൻ്റെ ആദ്യ പ്രണയത്തിനെ ഒരു നോക്ക് കാണാനുള്ള കൊതിയും. പ്രഗ്നൻസി ടെസ്റ്റിൽ വന്ന ഡബിൾ ലൈൻ ഒരു തരത്തിൽ അവൾക്ക് ആശ്വാസമായിരുന്നു. അവന് വേണ്ടാത്ത അവൻ്റെ പ്രണയം അവളിൽ തന്നെ തിരിച്ചെത്തിയെന്നോർത്ത്. ആ പ്രണയം അവൾക്ക് സമ്മാനിച്ച വിധി എന്താവുമെന്ന് ഓർക്കാതെ. ചതിയോ പ്രണയമോ? അവളുടെ ഉദരത്തിൽ വളരുന്ന ആ ജീവൻ. ക്ലാസ്സിലേക്ക് പോകുന്നേരം ആ മരത്തിന്റെ തണലെത്തിയപ്പോൾ പണ്ടത്തെ ഒരുപാട് ഓർമ്മകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടച്ച് അവൾ അവൻ്റെ വീട്ടിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും അവളിൽ ഉണ്ടാക്കി. ഓപ്പൺ ടെറസിൽ നിന്ന് ആരെയോ ഫോൺ ചെയ്യുകയാണ് നീരം. അവനാകെ മാറിയിരുന്നു. കണ്ണുകൾ ഉള്ളോട്ട് കുഴിഞ്ഞ്, കൺതടം കറുത്ത്, മുടിയെല്ലാം കൊഴിഞ്ഞ്. അതിനിടയിൽ അവൻ്റെ കണ്ണുകൾ അവൾ തേടുന്നുണ്ട്. അവൾ നോക്കുന്നത് കണ്ടതും അവൻ ആ കണ്ണുകൾ പിൻവലിച്ചു. ആ നോട്ടമേ അവളും കൊതിച്ചുള്ളൂ. അവൻ്റെ ആ നോട്ടം തന്ന ആത്മവിശ്വാസമാണ് കയറാൻ മടിച്ച് അവൻ്റെ റൂമിലേക്ക് കയറാൻ അവൾക്ക് ഊർജം തന്നത്. ആ റൂമിൽ നിറഞ്ഞിരുന്ന അവൻ്റെ ഗന്ധം അവളെ പലതും ഓർമ്മിപ്പിച്ചു. അവൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഒഴുകിയെത്തിയ കാറ്റിൽ ഷെൽഫിൽ വെച്ച ഫയൽ താഴേക്ക് വീണു. അത് എടുത്തു വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അതിൻ്റെ മുന്നിൽ എഴുതിയ ഹോസ്പിറ്റലിൻ്റെ പേരും അതിൻ്റെ താഴെ നെയിം പേഷ്യൻ്റ് എന്നെടുത്ത് അവൻ്റെ പേരും അവൾ കാണുന്നത്. മനസ്സ് പറഞ്ഞതുപോലെ അവൾ അതിൻ്റെ ഓരോ പേജും മറിച്ചു നോക്കി. ആ വായനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതൊരു ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് ആയിരുന്നു. വിറച്ചുകൊണ്ട് അവൾ താഴേക്ക് വീണു. അവൾ ആ ഫയൽ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. സന. കരയുന്ന അവൾ നോക്കി ചങ്ക് പിടഞ്ഞുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ എഴുന്നേറ്റ് അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. സന, നിന്നെ വേദനിപ്പിച്ചതൊക്കെ മനസ്സറിഞ്ഞോണ്ടല്ല. എൻ്റെ വേർപാട് നിന്നിൽ വേദന ഉണ്ടാക്കരുതെന്ന് കരുതി മാത്രമാണ്. നിന്നോട് എന്നെ മറക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ നീ എന്നെ മറക്കണം, നല്ലൊരു ജീവിതത്തിന് വേണ്ടി. എനിക്കിനിയൊരു ജീവിതമില്ല. ആകെയുള്ളത് വിരലെണ്ണാവുന്ന നിമിഷങ്ങൾ മാത്രം. വൈകിപ്പോയി ഒരുപാട്. ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തോന്നുന്നുണ്ട് നിരവേട്ട, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ ഞാനും നീയും മാത്രമല്ല, നമ്മുടെ വാവയുണ്ട് എൻ്റെ കൂടെ. അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പറയാൻ അവന് വാക്കുകൾ കിട്ടിയില്ല. കൂടെ കണ്ണുനീർ അവൻ്റെ കാഴ്ചകളെ മറച്ചു. അവൻ അവളുടെ നെറുകിൽ ചുംബിച്ച് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് അങ്ങനെ കിടന്നപ്പോൾ ഇതുവരെ അവൾ അനുഭവിച്ച കണ്ണുനീർ തുള്ളികളുടെ ബാഷ്പം തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി അവളിലേക്ക് തന്നെ അലിഞ്ഞത് അവൾ അറിഞ്ഞു. എന്നാൽ അവനെ തന്നിൽ നിന്ന് അകറ്റാൻ ഒരിക്കലും തൻ്റെ ദേവിക്കാവില്ലെന്ന് അവളിലൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അസുഖം അവളുടെ സ്നേഹം കൊണ്ട് തിരുത്താമെന്നൊരു ആത്മവിശ്വാസവും അവൾക്കുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴെല്ലാം അവളുടെ ഹൃദയം എന്തിനോ വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. നടന്നു പോകുന്ന അവളെ കണ്ണിൽ നിന്ന് മായുന്നവരെ അവൻ നോക്കി നിന്നു. നിറയുന്ന കണ്ണുകൾ തുടക്കാൻ മറന്നുകൊണ്ട്. ഇനി എത്ര നാൾ എനിക്കിങ്ങനെ കാണാനാവും? ഒന്നും വേണ്ടിയിരുന്നില്ല. നിന്നെ ഹൃദയം നൽകി സ്നേഹിക്കേണ്ടില്ലായിരുന്നു.
എന്നും തുണയായി ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിന്റെ ഉദരത്തിൽ ഒരു ജീവന് നൽകേണ്ടിയിരുന്നില്ല. പക്ഷേ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചത് നിന്നോടത്തുള്ള എൻ്റെ നിമിഷങ്ങളാണ്. ഓർമ്മിപ്പിക്കാനായി എൻ്റെ പക്കൽ ഒന്നുമില്ല, പക്ഷേ ഓർക്കാനുണ്ട്. നീ തന്ന ഒരു പിടി മധുരമുള്ള ഓർമ്മകൾ. എൻ്റെ അവസാന ശ്വാസത്തിലും നീ ഉണ്ടാകും, എന്നിലായി പൂക്കുന്ന എൻ്റെ ചിതലരിക്കുന്ന ഓർമ്മകളിൽ. അവനൊരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. രാവിലെ ഉറക്കമുണർന്ന് മാനസ എഴുന്നേൽക്കുമ്പോൾ കാരണമില്ലാതെ മനസ്സ് നീറി പുകയുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ഒരു കാരണവുമില്ലാതെ നിറയുന്നു. കണ്ണാടിക്ക് മുന്നിൽ വെച്ച ഒരു ബോക്സ് അവൾ കൈകൊണ്ടെടുത്തു. അതിൽ നിന്ന് താൻ സൂക്ഷിച്ചു വെച്ച താലിയും സിന്ദൂരത്തിലേക്കും ഒന്ന് നോക്കി അത് അവൾ എടുത്തു. എന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവൾ നടന്നു. നീ ഇതെങ്ങോട്ടാ? കുളിച്ച് സുന്ദരിയായി സ്റ്റെയർ ഇറങ്ങി വരുന്ന അവളോട് അമ്മ ചോദിച്ചു. ഞാൻ ശോഭാമ്മയുടെ വീട്ടിലേക്ക്. വലത് കയ്യിൽ ഒളിപ്പിച്ച താലി അവളുടെ അമ്മയിൽ നിന്ന് മറിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മുടെ നീരവില്ലേ, അവൻ പോയി. അമ്മ ചെറിയൊരു സങ്കടത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ ചെന്ന് പതിച്ചത് അവളുടെ ഹൃദയത്തിലാണ്. കാതുകൾ പൊത്തിപ്പിടിച്ച് അവൾ അവിടെ തളർന്നിരുന്നോർത്തു. ഉള്ളിൽ എന്തോ ഒരു ഊർജം വന്ന പോലെ അവൾ എഴുന്നേറ്റ് അവൻ്റെ വീട്ടിലേക്ക് ഓടി. ഡീ, നീ എങ്ങോട്ടാ? പിന്നിൽ നിന്ന് അവളുടെ മാറ്റം കണ്ട് അത്ഭുതത്തോടെ അമ്മ വിളിച്ചു പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ പിന്നാലെ ഓടി. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. തുടക്കത്തിലൊന്നും അറിഞ്ഞില്ല. തലവേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കും പോലും സഹിക്കാതെ വന്നപ്പോഴാണ് ഡോക്ടറെ കാണിച്ചത്. അപ്പോഴേ അറിയുന്നത്രേ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന്. കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അടക്കം പറച്ചിൽ അവളുടെ ചെവിയിലേക്ക് ഒഴുകിയെത്തി. അവൾ ഹാളിലേക്ക് ഇരച്ചുകൊണ്ട് ഓടിയെത്തി. വെട്ടിവെച്ച വാഴയിലെയും കത്തിച്ചു വെച്ച നിലവിളക്കിന് താഴെ വെള്ളം പുതപ്പിച്ച് കിടക്കുന്ന അവനെ ഒരു നോക്ക് കാണാൻ പോലും ആർക്കും ത്രാണിയില്ലായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് അവൾ പോലും അറിയാതെ കുങ്കുമവും താലിയും ഊർന്നു വീണു. അവളെ കണ്ടതും അവൻ്റെ അടുത്തിരുന്ന് കരയുന്ന അവൻ്റെ അമ്മയുടെ കരച്ചിലിന്റെ ശബ്ദം ഇരട്ടിയായി. മോളെ! കരഞ്ഞുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ അവരവൾ വിളിച്ചു. വിറക്കുന്ന കാലോടെ അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു. അവനെയും ചുറ്റും കൂടി നിൽക്കുന്നവരെയും മാറി മാറി നോക്കി സ്വബോധമില്ലാത്തവരെ പോലെ മാറുകയായിരുന്നു മാനസ. എന്നിട്ട് അവളെ പിടിച്ച് പൊട്ടിക്കരയുന്ന നീരവിൻ്റെ അമ്മയെ കണ്ണിമ വെട്ടാൻ നോക്കിയാണ്. അമ്മേ, നീരവേട്ടൻ എന്താ അമ്മ നിലത്ത് കിടക്കുന്നേ? അവന്റെ മുറിയിൽ പോയി കിടക്കാൻ പറ, തണുപ്പടിക്കും. അവളുടെ വാക്ക് അവന്റെ അമ്മയെ ആഴത്തിൽ കരയിച്ചു. എന്നിട്ടിട്ട് വേണം എനിക്കൊന്ന് കാണാൻ, ഒരുപാട് സംസാരിക്കാനുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന നിഷ്കളങ്കതയോടെ മാനസ പറഞ്ഞു. അവനിനി എഴുന്നേൽക്കില്ല മോളെ, അവനിനി നിന്നോട് സംസാരിക്കാൻ കഴിയില്ല, അവൻ പോയി മോളെ. കരഞ്ഞു കരഞ്ഞ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവന്റെ അമ്മ പറഞ്ഞു. ആ വാക്കുകൾ ഒരു ഇടിത്തി പോലെ അവളിൽ വന്ന് പതിച്ചു. അവൻ എഴുന്നേക്കും, ഞങ്ങളുടെ വാവ പറയുന്നുണ്ടല്ലോ അവനെന്റെ കൂടെ ഉണ്ടെന്ന്. അവൻ പോയിട്ടില്ല, എന്റെ കൂടെ ഉണ്ട്. വിക്കി വിക്കിക്കൊണ്ട് അവൾ നാമം ജപിക്കുന്ന പോലെ പലതും പറഞ്ഞു. അത് കേട്ട് അവളുടെ അമ്മ നിലത്തേക്ക് ഊർന്നു വീണു. ഉണ്ട്, അവനെവിടെയുണ്ട്. എന്നെ കൊണ്ടുപോകാൻ വന്നതാ. അവിടെ അല്ലതേ ഇവിടെ. വീടിന്റെ ഓരോ മൂലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്പര ബോധമില്ലാതെ അവൾ പലതും വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവളുടെ അമ്മ സാരി തുമ്പുകൊണ്ട് മുഖം കുത്തി കരഞ്ഞു. ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവന്റെ അമ്മ അവളെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അല്ല അമ്മേ, അവൻ പോയിട്ടില്ല, അവനിനി വരില്ല മോളെ എന്ന് പറഞ്ഞ് അവന്റെ അമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അല്പം ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നീ വരില്ലേ? പറ, നീ എന്നെ കൂട്ടാൻ വരില്ലേ? കിടക്കുന്ന അവനെ നോക്കി അവൾ ചോദിച്ചു. നീ എന്താ ഒന്നും പറയാത്തെ? നീ വരില്ലേ? അവന്റെ ശരീരത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. നീ വരണം, ഞാനും നമ്മുടെ വാവയും നിന്റെ കൂടെ വരും. ഞങ്ങളെ കൊണ്ടുപോവാൻ നീ വരണം. അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അലറിക്കരഞ്ഞു. ഇതിനെല്ലാം സാക്ഷിയായി താഴെ വീണ് കിടക്കുന്ന പൊട്ടിയ കുങ്കുമച്ചെപ്പും മഞ്ഞച്ചടിയിൽ കോർത്ത സ്വർണ്ണ താലിയും ഇരുട്ടിൽ മറഞ്ഞ നിന്റെ കൈയോട് കൈ ചേർത്ത് അവ്യക്തമായ നിന്റെ രൂപത്തിലേക്ക് അലിയണം. ചിതലരിക്കപ്പെട്ട ഈ താലി സാക്ഷിയായി എന്റെ അവസാന ശ്വാസം വരെ ഈ സീമന്തം ഞാൻ ചുവപ്പിക്കും. എന്നിൽ നിന്ന് വേർപ്പെടാത്ത നിന്റെ ആത്മാവിനെ പ്രണയിച്ചുകൊണ്ട് നിന്നെ തേടി ഞാൻ എത്തും. നിന്നിൽ അലിയാൻ കൊതിക്കുന്ന കാർമുകിലായി നിനക്കായി ഞാൻ പുനർജനിക്കും. കഴിഞ്ഞുപോയ അധ്യായങ്ങൾ വീണ്ടെടുക്കാം.